ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനൊരു പാർട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മളിവരൊക്കെ ഭയക്കേണ്ടത് അല്ലേ? അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ അവസാനിക്കേണ്ട ഒരു കാര്യമാണ്. അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നീറ്റ് എക്സാം നമ്മൾ എഴുതാൻ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് അവിടെ അല്ലേ? കമ്മൽ പറ്റില്ല, മാല പറ്റില്ല, പിന്നെ അത്രത്തോളം അവർ ചെക്ക് ചെയ്തിട്ട് നമ്മളെ കേട്ടുന്നത്. അത്രത്തോളം ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ അത്രത്തോളം ജാഗ്രതയോ ഒന്നും ആ ഒരു പേപ്പർ ചോരുന്ന സമയത്ത് ഇവർ കണ്ടിട്ടില്ല, അവർ കാണിച്ചിട്ടുമില്ല. അങ്ങനെ അവർ ഇത്രയൊക്കെ പ്രോട്ടോക്കോൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇത്രയൊക്കെ സുരക്ഷിതത്വം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ആ ഒരു പേപ്പർ ചോരുകയില്ല. എന്നാൽ ആ പേപ്പർ ചോർന്നു. അതിനെതിരെ ഇവർ എന്താ പറയുക, അവരവിടെ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. നമ്മുടെ ഭാവി പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർ അതിന് വേണ്ടിയിട്ടാണ് അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ളതാണ് അവർ ആവശ്യം. അതുപോലെ അംഗീകരിക്കാനോ അതിന് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാനോ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരാൾ പോലും തയ്യാറായിട്ടില്ല. എന്നിട്ട് അവിടെ സമരവേദിയിൽ ഇരിക്കുന്ന ആൾക്കാരെ ബലം പ്രയോഗിച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് എത്ര പിള്ളേരാണ്, പാർട്ടിയുടെ ആൾക്കാരല്ല, പിള്ളേരാണ് റോഡുമിൽ ഇറങ്ങുന്ന പിള്ളേരെയൊക്കെ ലാത്തി വെച്ചിട്ട് അടിക്കുന്ന അടി ന്യൂസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവർ കാണിക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ വന്ന് പ്രധാനമന്ത്രീൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, എന്താ പറയുക, തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കുന്നുള്ളത്. അത് ഇന്നായിരുന്നില്ല അവർ പറയേണ്ടത്, അവരെടുത്ത് കാണിക്കുകയായിരുന്നു വേണ്ടത്. അങ്ങനെ ഒരു ഡിസിഷൻ അവർ ചെയ്തില്ല. ഇപ്പോഴും എന്താ പറയുക, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കും എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. ഇപ്പോഴും എവിടെയും അവർ പറഞ്ഞിട്ടില്ല, അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്ത ആൾക്കാരെ എന്തിനാണ് ഇത്രയും ടൈം എടുക്കുന്നത്? അവർ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു നോർമൽ ന്യൂസ് ചാനൽ പോലും പ്രോപ്പറായിട്ട് ഇത് കവർ ചെയ്യുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് രാജഭരണകാലത്താണോ അതോ നമ്മൾ ജീവിക്കുന്നത് ഡെമോക്രസിയിലാണോ? ഇവിടെ നമുക്കൊരു നമ്മുടേതായ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ല. ഒപ്പീനിയൻ പറയുന്നവരൊക്കെ ഇവർ അടിച്ചമർത്താനാണ് നോക്കുന്നത്.